മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമി വീണു താരനോടർപ്പിച്ചു. കഴിയുമെങ്കിൽ പാനപാത്രമെൻ പ്രിയതാത മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമി വീണു താരനോടർപ്പിച്ചു. മർത്യപാപങ്ങൾ വന്നുയർന്നോരു മാമല തീർത്തു നിൽക്കവേ. മർത്യപാപങ്ങൾ വന്നുയർന്നോരു മാമല തീർത്തു നിൽക്കവേ. ഭീതിയാൽ മൃദു മേലിയാകവേ രക്തധാരയിൽ ആഴ്ന്നു പോകും. കഴിയുമെങ്കിൽ പാനപാത്രമെൻ പ്രിയതാത മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമി വീണു താരനോടർപ്പിച്ചു. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരൻ അനുഭവിച്ച ദുസ്സഹമായ പീഡകൾ ഭക്തിയോടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. അവിടുത്തെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും പരിശുദ്ധമായ ഫലങ്ങൾ പൂർണ്ണമായി പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ അവിടുന്ന് നേടിയ വിജയത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ. സങ്കീർത്തനം ആവർത്തിച്ച് ചെല്ലുക. കർത്താവേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എന്റെ നിലവിളിയും പ്രാർത്ഥനകളും അങ്ങ് ശ്രവിക്കുന്നില്ലല്ലോ. പകൽ സമയം ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് എനിക്ക് ഉത്തരം അരുളിയില്ല. രാത്രിയിൽ ഞാൻ അങ്ങയെ വിളിച്ചു, എനിക്കൊരാശ്വാസവും ലഭിച്ചില്ല. ഞാൻ അസ്വസ്ഥനാകിയാൽ എന്നോട് കരുണ തോന്നണമേ. ക്ലേശത്താൽ എന്റെ ശരീരം തളർന്നു, ജീവിതം പ്രലാപവും നെടുർപ്പുമായി കഴിഞ്ഞു. ശത്രുക്കൾ മൂലം ഞാൻ ക്ഷീണിച്ച് ദുർബലനായി, അയൽക്കാർക്ക് ഞാൻ പരിഹാസപാത്രമായി. പരിചർ എന്നെ കണ്ട് ഭയന്നു, വഴിയിൽ എന്നെ കണ്ടവർ ഓടിയകന്നു. എനിക്കെതിരായി അവർ ഗൂഢാലോചന നടത്തി, എനിക്ക് അപായം വരുത്തുവാൻ അവർ തീരുമാനിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്ത ദൈവമേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയും കീർത്തനങ്ങൾ പാടി അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. യേശുവിന്റെ പ്രതിരൂപമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് പൂർവ്വപിതാവായ ഇസഹാക്ക്. ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാനായി അബ്രാഹം മലയിലേക്ക് കയറുന്നതും സ്വപുത്രനെ ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ തയ്യാറാകുന്ന ഒരു പിതാവിന്റെ കഥയാണ് പഴയ നിയമത്തിലൂടെ നാം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൂർവ്വപിതാവായ അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവായി അവതരിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ അബ്രാഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നത് നമ്മുടെ പിതാവായ ദൈവമാണ്. സ്വപുത്രനെ മാനവകുലത്തിന്റെ പാപപരിഹാരാർത്ഥമായി
ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ മനസ്സിലാകുവാൻ പഴയ നിയമത്തിലുള്ള ഇസഹാക്കിന്റെ ബലിയെ കുറിച്ച് നമുക്ക് ശ്രവിക്കാം. സൃഷ്ടിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശ്രയിച്ചാൽ. അധ്യായം 22. ദൈവം അബ്രാഹത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവിടുന്ന് അയാളെ വിളിച്ച് ഇപ്രകാരം അരുളി ചെയ്തു: നിന്റെ ഏകജാതനും സ്നേഹഭാജനവുമായ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് നീ മോറിയയിലേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ വെച്ച് അവനെ ഹോമബലിയായി അർപ്പിക്കുക. പിറ്റേ ദിവസം രാവിലെ അബ്രാഹം എഴുന്നേറ്റ് ഹോമബലിക്കുള്ള വിറക് കീറി. അനന്തരം കഴുതയ്ക്ക് ജീനിയിട്ട് പുത്രനായ ഇസഹാക്കിനെയും 2 ദാസന്മാരെയും കൂട്ടി ദൈവം കൽപ്പിച്ച സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം കുറെ ദൂരത്ത് ആ സ്ഥലം അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അപ്പോൾ അബ്രാഹം ദാസന്മാരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ കഴുതയുടെ അടുക്കൽ ഇരിക്കുവിൻ, ഞാനും കുട്ടിയും പോയി ആരാധന നടത്തിയ ശേഷം മടങ്ങി വരാം. അനന്തരം അബ്രാഹം ഹോമബലിക്കുള്ള വിറക് കെട്ടെടുത്ത് ഇസഹാക്കിന്റെ ശിരസിൽ വെച്ച് കൊടുത്തു. തീയും കത്തിയും അബ്രാഹം തന്നെ വഹിച്ചു. 2 പേരും ഒന്നിച്ച് മലയിലേക്ക് നടന്നു. ഇടയ്ക്ക് വെച്ച് ഇസഹാക്ക് തന്റെ പിതാവിനെ വിളിച്ചു. വിളി കേട്ട് അബ്രാഹം തിരിഞ്ഞു നിന്നു. അപ്പോൾ ഇസഹാക്ക് പിതാവിനോട് ചോദിച്ചു: വിറകും തീയും നമ്മുടെ പക്കലുണ്ടല്ലോ, എന്നാൽ ബലി ചെയ്യപ്പെടുവാനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രാഹാം മറുപടി പറഞ്ഞു: മകനെ, അത് ദൈവം നമുക്ക് തരും. അനന്തരം യാത്ര തുടർന്നു. അവസാനം ദൈവം നിശ്ചയിച്ച സ്ഥലത്ത് അവരെത്തിച്ചേർന്നു. അവിടെ അബ്രാഹാം ഒരു ബലിപീഠമുണ്ടാക്കി അതിന്മേൽ വിറകടുക്കി. അനന്തരം അയാൾ ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. പിന്നീട് മകനെ കൊല്ലുവാൻ കത്തി കയ്യിലെടുത്തു. പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ദൈവദൂതൻ അബ്രാഹമേ എന്ന് വിളിച്ചു. വിളി കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ദൈവദൂതൻ അയാളോട് പറഞ്ഞു: കുട്ടിയെ വധിക്കരുത്. എന്തുകൊണ്ടെന്നാൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് സമർപ്പിക്കുവാൻ നീ വൈമനസ്യം കാണിച്ചില്ലല്ലോ. അബ്രാഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ കുറ്റിച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കണ്ടു. അയാൾ അതിനെ പിടിച്ച് പുത്രന് പകരം ദൈവത്തിന് ബലിയർപ്പിച്ചു. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അവതരിക്കാനിരിക്കുന്ന മിശിഹായെ പറ്റി പലരും പഴയ നിയമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ സഹനദാസനായ യേശുവിനെ പറ്റി പ്രവചിച്ചിട്ടുള്ള 2 പ്രവാചകന്മാരാണ് ദാവീദ് രാജാവും ഏശയ്യാ പ്രവാചകനും. സഹനദാസനായ യേശുവിനെ പറ്റി ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള ഭാഗം ഏശയ്യാ പ്രവാചകന്റെ 53-ാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ്. അവ നമുക്കിപ്പോൾ ശ്രവിക്കാം. ഐസയാസ് പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന. ഗുരു ആശീർവദിച്ചാലും. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു. അഴകില്ല, ആകാരഭംഗിയില്ല, ആകർഷകമായി ഒന്നും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. മനുഷ്യരാൽ നിന്ദിതൻ, സർവരാലും പരിത്യക്തൻ, സങ്കടങ്ങളുടെ മനുഷ്യൻ, വേദന നിറഞ്ഞവൻ. അദ്ദേഹത്തെ കണ്ടവരെല്ലാം മുഖം തിരിച്ചു കളഞ്ഞു. നിന്ദിതനായ അദ്ദേഹത്തെ നമ്മൾ ആരും ഗവനിച്ചില്ല. എന്നാൽ അദ്ദേഹം അത് വഹിച്ചത് നമ്മുടെ രോഗങ്ങളായിരുന്നു, അദ്ദേഹം ചുമന്നത് നമ്മുടെ വേദനകളായിരുന്നു. ദൈവം അദ്ദേഹത്തെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയുമാണെന്ന് നാം വിചാരിച്ചു. നമ്മുടെ കുറ്റങ്ങൾ മൂലം അദ്ദേഹം പിളർക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങൾ മൂലം അദ്ദേഹം തകർക്കപ്പെട്ടു. നമ്മെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ അദ്ദേഹം ശിക്ഷ അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ പീഡകൾ മൂലം നമ്മൾ സുഖം പ്രാപിച്ചു. നമ്മൾ വഴിതെറ്റി നടന്നു, ഇഷ്ടം പോലെ ജീവിച്ചു. നമ്മുടെ ആ പാപങ്ങളെല്ലാം ദൈവം അദ്ദേഹത്തിന്റെ മേൽ ചുമത്തി. അവർ അദ്ദേഹത്തോട് കഠിനമായി വർത്തിച്ചു. അദ്ദേഹം അതെല്ലാം വിനയപൂർവ്വം സഹിച്ചു. ഒരക്ഷരം പോലും അദ്ദേഹം സംസാരിച്ചില്ല. വധക്കളത്തിലേക്ക് പോകുമ്പോഴും നിശബ്ദനായിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയായിരുന്നു അദ്ദേഹം. രോമം വെട്ടപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന ചെമ്പരിയാടിനെ പോലെയും. ബലത്താലും നിയമത്താലും അദ്ദേഹം വിധിക്കപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുവാൻ ആരുണ്ട്? ജീവിക്കപ്പെട്ടവരുടെ നാട്ടിൽ നിന്ന് അദ്ദേഹം പുറന്തള്ളപ്പെട്ടു. നമ്മുടെ കുറ്റങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വധിക്കപ്പെട്ടു. നിർദോഷിയായിരുന്നിട്ടും മരണത്തിൽ അദ്ദേഹം പാപികളോടുകൂടെ ആയിരുന്നു. ദുഷ്ടന്മാരോടുകൂടെ അദ്ദേഹം സംസ്കരിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ മൂന്നാം വായന പുതിയ നിയമത്തിൽ നിന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ഒരു മനുഷ്യൻ മൂലം പാപം ലോകത്തിലേക്ക് പ്രവേശിച്ച് അത് മരണത്തിന് കാരണമായി. ആദത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്.
പുതിയ നിയമത്തിൽ രണ്ടാം ആദമായ മിശിഹ മൂലം ഈ മരണത്തിന് പകരം ജീവൻ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന നമുക്കിപ്പോൾ ശ്രവിക്കാം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിച്ചാലും. നമ്മൾ നിസ്സഹായരായിരുന്നു. സമയമായപ്പോൾ മിശിഹ പാപികളായ നമ്മെ രക്ഷിക്കുവാൻ മരണം കൈവരിച്ചു. ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കുവാൻ വല്ലവരും സൗമനസ്യം കാണിച്ചെന്നു വരാം. അതും സാധാരണമല്ല. എന്നാൽ നാം പാപികളായിരിക്കെ മിശിഹ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് തെളിയുകയും ചെയ്തു. മിശിഹ മരണം കൈവരിച്ചത് നമ്മെ നീതിമാന്മാരാക്കാൻ വേണ്ടിയായിരുന്നു. ഇനി അവിടുന്ന് ദൈവകോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാതിരിക്കുമോ? നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണം മൂലം ദൈവവുമായി നാം രമ്യപ്പെട്ടു. ആ പുത്രൻ മൂലം നാം രക്ഷപ്പെടുമെന്നും പ്രതീക്ഷിക്കാം. ഒരു മനുഷ്യൻ മൂലം പാപം ലോകത്തിൽ പ്രവേശിച്ചു. പാപം മൂലം മരണവും. ഒരു മനുഷ്യൻ മൂലം എല്ലാവരും പാപികളായി തീർന്നു. എല്ലാവരും മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവരെയും ശിക്ഷാർഹരാക്കിയെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ സൽകൃത്യം എല്ലാവർക്കും ജീവൻ നൽകി എല്ലാവരെയും വിശുദ്ധീകരിച്ചു. ഒരു മനുഷ്യന്റെ അനുസരണമില്ലായ്മ അനേകം പേരെ പാപികളാക്കിയെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ അനുസരണം അനേകരെ വിശുദ്ധീകരിക്കും. സർവേശനന്ദനൻ ഭൂവിൽ വന്നു കുരിശാനാഥനായി തീർത്തു ലോകം. വ്യഥയാനാഥനിൽ ചേർത്തു ലോകം. കുരിശാനാഥനായി തീർത്തു ലോകം. വ്യഥയാനാഥനിൽ ചേർത്തു ലോകം. ഇരുളിൽ പ്രകാശം തെളിച്ചു കാട്ടാൻ പരമപ്രകാശം കനിഞ്ഞിറങ്ങി. കുരിശാനാഥനായി തീർത്തു ലോകം. വ്യഥയാനാഥനിൽ ചേർത്തു ലോകം. സർവേശനന്ദനൻ ഭൂവിൽ വന്നു കുരിശാനാഥനെ തീർത്തു ലോകം. വ്യഥയാനാഥനിൽ ചേർത്തു ലോകം. ഈശോ കെദ്രോൻ തോട് കടന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. അവിടെ ഗെത്സമൻ എന്ന പേരിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടുന്ന് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ എവിടെ ഇരിക്കുവിൻ, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അനന്തരം ഈശോ പത്രോസിനെയും സബ്ദയുടെ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അല്പദൂരം മുമ്പോട്ട് നീങ്ങി. അവിടെ വെച്ച് ഈശോ അപാരമായ ദുഃഖത്താൽ വിവശനായി തീർന്നു. അവിടുന്ന് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: എന്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു. നിങ്ങൾ എന്നോടുകൂടി ഉണർന്നിരിക്കുവിൻ. അനന്തരം അവിടുന്ന് ഒരു കല്ലേറ് ദൂരെ മാറി മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ആ മണിക്കൂർ എന്നിൽ നിന്നും അകന്നു പോകട്ടെ. അങ്ങ് സർവശക്തനാണല്ലോ. ഈ കാസ എന്നിൽ നിന്ന് മാറ്റി തരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ശിഷ്യന്മാരുടെ പക്കലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടുന്ന് പത്രോസിനോട് ചോദിച്ചു: ശിമയോനെ, നീ ഉറങ്ങുകയാണോ? 1 മണിക്കൂർ നേരം എന്നോട് കൂടി ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പോയി
അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്റെ പിതാവേ, ഈ കാസ ഞാൻ കുടിക്കാതെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ വീണ്ടും തിരിച്ചു ചെന്നപ്പോഴും അവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ അത്രയ്ക്ക് നിദ്രാഭാരമുള്ളവയായിരുന്നു. അവിടത്തോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവർ വിഷമിച്ചു. ഈശോ അവരെ വിട്ട് 3-ാം പ്രാവശ്യവും പ്രാർത്ഥിക്കുവാൻ പോയി. അവിടുന്ന് അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോയെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പ്രത്യക്ഷനായി. വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു. അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. 3-ാം പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നു. അവർ അപ്പോഴും ദുഃഖാർത്ഥരായി തളർന്നുറങ്ങുകയായിരുന്നു. അവിടുന്ന് അവരോട് അരുളി ചെയ്തു, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടത്തെ ഒറ്റിക്കൊടുത്ത യൂദാസിന് ആ സ്ഥലം അറിയാമായിരുന്നു. എന്തെന്നാൽ ശിഷ്യന്മാരും ഒന്നിച്ച് ഈശോ പലപ്പോഴും അവിടെ പോകാറുണ്ടായിരുന്നു. യൂദാസ് പട്ടാളത്തെയും പ്രധാനാചാര്യന്മാരുടെയും പ്രീശന്മാരുടെയും സേവകന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവർ വിളക്കുകളും പന്തങ്ങളും വാളുകളും വടികളും എടുത്തിരുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തിയത്. ഒറ്റിക്കൊടുക്കാനിരുന്നവൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരാളെ ചുംബിക്കും, അവനാണ് മിശിഹ. അവനെ നിങ്ങൾ ശ്രദ്ധാപൂർവം പിടിച്ചുകൊള്ളണം. അടുത്തെത്തിയ ഉടനെ യൂദാസ് പ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോയെ ചുംബിച്ചു. ഗുരു സ്വസ്തി. അപ്പോൾ ഈശോ അയാളോട് ചോദിച്ചു, സ്നേഹിത, നീ ഇതിനാണോ വന്നത്? യൂദാസെ, ചുംബിച്ചുകൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ അവരുടെ അടുക്കലേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ അവിടത്തോട് പറഞ്ഞു. ഈശോ അവരോട് അരുളി ചെയ്തു, അത് ഞാൻ തന്നെയാകുന്നു. അവിടത്തെ ഒറ്റിക്കൊടുത്ത യൂദാസും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാകുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്ത ക്ഷണത്തിൽ അവരെല്ലാവരും പുറകോട്ട് മറിഞ്ഞു വീണു. ഈശോ വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ വീണ്ടും പറഞ്ഞു, അവിടുന്ന് അവരോട് അരുളി ചെയ്തു, അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാവരും പൊയ്ക്കൊള്ളട്ടെ. അങ്ങ് എന്നെ ഏൽപ്പിച്ചിരുന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള തന്റെ വചനം പൂർത്തിയാകുവാനാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവിടുത്തോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളും വാളെടുക്കട്ടെയോ? ശിമയോൻ പത്രോസിന്റെ കൈവശം ഒരു വാളുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് അതൂരി പ്രധാനാചാര്യന്റെ സേവകനെ വെട്ടി അവന്റെ വലത്ത് ചെവി മുറിച്ചു കളഞ്ഞു. ആ സേവകന്റെ പേര് മാൽക്കൂസ് എന്നായിരുന്നു. അവന്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയ ശേഷം ഈശോ പത്രോസിനോട് അരുളി ചെയ്തു, വാൾ അതിന്റെ ഉറയിലിടുക. വാൾ എടുക്കുന്നവൻ വാളാൽ തന്നെ മരിക്കും. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ക്ഷണനേരം കൊണ്ട് 12-ലേറെ വ്യൂഹം മാലാഖമാരെ അയച്ച് ശത്രുകരങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കില്ലെന്നാണോ നീ കരുതുന്നത്? അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കണമെന്ന തിരുവെഴുത്ത് എങ്ങനെ പൂർത്തിയാകും? എൻ്റെ പിതാവ് എനിക്ക് തന്ന കാസ ഞാൻ കുടിക്കേണ്ടതല്ലയോ? അനന്തരം ഈശോ ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ഒരു കവർച്ചക്കാരനെ പിടിക്കാൻ എന്നവണ്ണം വാളുകളും വടികളുമായി നിങ്ങളിപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നവനല്ലേ? അന്നൊന്നും നിങ്ങൾ എന്നെ പിടികൂടില്ലല്ലോ. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് അന്ധകാരത്തിന്റെ ഭരണമാണ്. പ്രവചനങ്ങൾ പൂർത്തിയാകാൻ ഇതെല്ലാം സംഭവിച്ചേ മതിയാകൂ. അപ്പോൾ സഹസ്രാധിപനും പട്ടാളക്കാരും യൂതന്മാരുടെ പരിചാരകരും ചേർന്ന് ഈശോയെ പിടിച്ച് ബന്ധിച്ചു. അത് കണ്ട് ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് ഈശോയെ അനുഗമിച്ചിരുന്നു. അവർ അയാളെ പിടികൂടി. ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാളും ഓടി രക്ഷപ്പെട്ടു. ഈശോയെ ആദ്യം അവർ അന്നാസിന്റെ പക്കലേക്കാണ് കൊണ്ടുപോയത്.
എന്തെന്നാൽ അയാൾ അക്കൊല്ലത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യപ്പായുടെ ശുശ്രൂരനായിരുന്നു. ജനങ്ങൾ ഒന്നാകെ നശിക്കാതിരിക്കാൻ ഒരാൾ അവർക്ക് പകരം മരിക്കുന്നത് നല്ലതാണെന്ന് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കയ്യപ്പ. പ്രധാനാചാര്യൻ ഈശോയോട് അവിടുത്തെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും പറ്റി ചോദിച്ചു. ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ ജനങ്ങളോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യൂതന്മാരുടെ സംഘത്തിലും ദേവാലയത്തിലുമല്ലാതെ രഹസ്യമായി ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നീ എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞുവെന്ന് എൻ്റെ ശ്രോതാക്കളോട് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാമല്ലോ. അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്തപ്പോൾ അടുത്തു നിന്നിരുന്ന ഒരു പരിചാരകൻ ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ കവിൾത്തടത്തിൽ അടിച്ചു: ഇങ്ങനെയാണോ പ്രധാനാചാര്യനോട് മറുപടി പറയുന്നത്? ഈശോ അയാളോട് ചോദിച്ചു: ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക. തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെ അടിച്ചത്? അന്നാസ് ഈശോയെ ബന്ധിതനായി തന്നെ മഹാപുരോഹിതനായ കയ്യപ്പായുടെ അടുക്കലേക്ക് അയച്ചു. പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ജനപ്രമാണികളുമെല്ലാം അവിടെ സമ്മേളിച്ചിരുന്നു. പ്രധാനാചാര്യന്മാരും ന്യായാധിപ സംഘവും ഈശോയെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള തെളിവുകൾ ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിലവർ പരാജയമടഞ്ഞു. പലരും അവിടുത്തേക്കെതിരായി കള്ളസാക്ഷ്യം പറയുവാൻ തയ്യാറായി ചെന്നെങ്കിലും അവരുടെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ പോയി. അവസാനം 2 കള്ളസാക്ഷികൾ ചെന്ന് ഇങ്ങനെ മൊഴി കൊടുത്തു: മനുഷ്യനിർമ്മിതമായി ദേവാലയം നശിപ്പിച്ച് 3 ദിവസങ്ങൾക്കകം മനുഷ്യനിർമ്മിതമല്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഈ മനുഷ്യർ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയും അവരുടെ സാക്ഷ്യങ്ങൾക്ക് തമ്മിൽ പൊരുത്തമില്ലായിരുന്നു. മഹാപുരോഹിതൻ അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചു: ഈ മനുഷ്യരെല്ലാം നിനക്കെതിരായി നൽകുന്ന സാക്ഷ്യങ്ങളെ കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ? ഈശോ യാതൊരു മറുപടിയും നൽകിയില്ല. മഹാപുരോഹിതൻ വീണ്ടും ചോദിച്ചു: നീ ദൈവപുത്രനായ മിശിഹ തന്നെയോ എന്ന് ഞങ്ങളോട് പറയണമെന്ന് സജീവ ദൈവത്തിന്റെ നാമത്തിൽ ശപഥം ചെയ്ത് ഞാൻ ആവശ്യപ്പെടുന്നു. ഈശോ അരുളി ചെയ്തു: അങ്ങ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു: ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം? ഇവൻ ദൈവദൂഷണം പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ മറുപടി പറഞ്ഞു: ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനാകുന്നു. പിന്നീട് അവർ അവിടുത്തെ മുഖത്ത് തുപ്പുകയും ഇടിക്കുകയും കരണത്ത് അടിക്കുകയും ചെയ്തു. കണ്ണുകൾ മൂടിക്കെട്ടിയ ശേഷം ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവർ അവിടുത്തെ അടിച്ചു: നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക. അവർ അവിടുത്തേക്കെതിരായി പല ദൂഷണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ശിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും മഹാപുരോഹിതന്റെ അങ്കണം വരെ ദൂരത്തുകൂടെ ഈശോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ആ ശിഷ്യനും മഹാപുരോഹിതന് പരിചയമുണ്ടായിരുന്നതിനാൽ ഈശോയോട് കൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു. എന്നാൽ പത്രോസ് പുറത്ത് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അതിനാൽ മഹാപുരോഹിതന് പരിചയമുണ്ടായിരുന്ന മറ്റേ ശിഷ്യൻ ചെന്ന് വാതിൽ കാവൽക്കാരിയോട് ശുപാർശ ചെയ്തു. ശിമയോൻ പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. ആ വാതിൽ കാവൽക്കാരി ശിമയോനോട് ചോദിച്ചു: താനും ആ മനുഷ്യന്റെ ഒരു ശിഷ്യനല്ലയോ? പെട്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു: ഞാൻ ആ മനുഷ്യന്റെ ശിഷ്യനല്ല. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് കാണാനായി ശിമയോൻ ഭൃത്യന്മാരോട് കൂടെ അകത്ത് കാത്തിരുന്നു. കുളിരായിരുന്നതിനാൽ ഭൃത്യന്മാരും സേവകരും തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരുന്നു. ശിമയോനും അവരോടുകൂടെ തീ കായുകയായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്റെ ഒരു പരിചാരിക ആ വഴി വന്നു. അവൾ ശിമയോനെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇങ്ങനെ ചോദിച്ചു: താനും നസ്രായനായ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസ് നിഷേധിച്ചു പറഞ്ഞു: നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. അനന്തരം അയാൾ പടിവാതിൽക്കൽ പോയി. അപ്പോൾ കോഴി കൂവി. അല്പം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ അടുത്ത് ചെന്ന് പത്രോസിനോട് പറഞ്ഞു: താനും അവരുടെ കൂടെ ഉള്ളതായി സംശയമില്ല. തന്നെ സംസാരിക്കുന്നതിനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശിമയോൻ പത്രോസ് സത്യം ചെയ്ത് ആണയിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. പ്രധാനാചാര്യന്റെ ഭൃത്യനും പത്രോസ് ചെവി മുറിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരു മനുഷ്യൻ പത്രോസിനോട് പറഞ്ഞു: തോട്ടത്തിൽ വെച്ച് അയാളുടെ കൂടെ തന്നെയും ഞാൻ കണ്ടല്ലോ. പത്രോസ് അതും നിഷേധിച്ചു. അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ
രണ്ടാം പ്രാവശ്യം കോഴി കൂവി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ച് പറയും എന്ന് അവിടുന്ന് അരുളി ചെയ്തിരുന്നത് പത്രോസ് അപ്പോൾ ഓർത്തു. അയാൾ പുറത്തേക്ക് പോയി ഹൃദയം നൊന്ത് കരഞ്ഞു. നേരം വെളുത്തപ്പോൾ പ്രധാന ആചാര്യന്മാരും ജനപ്രമാണിമാരും നിയമജ്ഞരും ചേർന്ന് ഈശോയെ വധിക്കേണ്ടതിനെ പറ്റി ആലോചന നടത്തി. ന്യായാധിപ സംഘത്തിന് മുമ്പാകെ അവിടുത്തെ ഹാജരാക്കിയ ശേഷം അവർ അവിടുത്തോട് ഇപ്രകാരം പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറയുക. അവിടുന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു, എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുകയില്ല, എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയുമില്ല. ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കും. അവർ വീണ്ടും അവിടത്തോട് ചോദിച്ചു, ആകയാൽ നീ ദൈവത്തിനാണെന്ന് പറയുകയാണോ? അവിടുന്ന് ഉത്തരമരുളി, ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കിനി സാക്ഷികളെ കൊണ്ട് എന്താണ് ആവശ്യം? നാം തന്നെ നേരിട്ട് കേട്ട് കഴിഞ്ഞല്ലോ. അവർ അവിടുത്തെ ബന്ധിച്ച് ഗവർണറായിരുന്ന പന്തിയോസ് പിലാത്തോസിന്റെ മുമ്പാകെ ഹാജരാക്കി. ഈശോ വിധിക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ അവിടുത്തെ ഉറ്റിക്കൊടുത്ത യൂദാസ് മനക്ലേശത്തോടെ ആ 30 വെള്ളി നാണയങ്ങളുമായി പ്രധാന ആചാര്യന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ ചെന്ന ഇപ്രകാരം പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി, കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു. അവർ മറുപടി പറഞ്ഞു, അതിന് ഞങ്ങൾ എന്ത് വേണം? നീ പോയി നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. അവൻ ആ നാണയത്തുട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ് പോയി തൂങ്ങിച്ചത്തു. പ്രധാനാചാര്യന്മാർ ആ നാണയത്തുട്ടുകൾ പെറുക്കിയെടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇത് രക്തത്തിന് വിലയാകയാൽ നേർച്ചപ്പെട്ടിയെടുക്കുന്നത് ശരിയല്ല. അവർ കൂടിയാലോചിച്ച ശേഷം ആ പണം കൊടുത്ത് വിദേശികളെ സംസ്കരിക്കുവാൻ ഒരു കുശവന്റെ പറമ്പ് വാങ്ങി. ആ സ്ഥലം ഇന്നും രക്തപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിലപ്പെട്ടവന്റെ വിലയായി ഇസ്രായേൽക്കാർ കണക്കാക്കിയ 30 വെള്ളി നാണയമെടുത്ത് കർത്താവിനോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിന് കൊടുത്തു എന്നുള്ള ജെറമിയാസിന്റെ പ്രവചനം അങ്ങനെ പൂർത്തിയായി. നേരം പുലർച്ചെയായപ്പോൾ അവർ ഈശോയെ കയ്യപ്പായുടെ ഭവനത്തിൽ നിന്ന് ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതിനാൽ അവരാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു, എന്ത് കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യന്റെ മേൽ ആരോപിക്കുന്നത്? അതിന് അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, കുറ്റക്കാരനല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അയാളെ അങ്ങയുടെ സമക്ഷം ഹാജരാക്കുകയില്ലായിരുന്നു. പീലാത്തോസ് അവരോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിസ്തരിച്ചു കൊള്ളുകയും. ഉടനെ യൂതന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, ആർക്കും മരണശിക്ഷ നൽകുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. എങ്ങനെയാണ് താൻ മരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ ഈശോ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നിറവേറുകയായിരുന്നു. അനന്തരം അവർ ഈശോയുടെ മേൽ ഓരോ കുറ്റങ്ങൾ ആരോപിച്ചു തുടങ്ങി. ഇയാൾ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് കപ്പ കൊടുക്കുന്നത് തടയുകയും താൻ രാജാവായ മിശിഹായാണെന്ന് പറയുകയും ചെയ്തതായി ഞങ്ങൾക്കറിയാം. അപ്പോൾ പീലാത്തോസ് അകത്തേക്ക് പോയി ഈശോയെ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ യൂതന്മാരുടെ രാജാവാണോ? ഈശോ അരുളി ചെയ്തു, ഇതങ്ങ് സ്വയം ചോദിക്കുന്നുവോ, മറ്റുള്ളവർ എന്നെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നുവോ? മറുപടിയായി പീലാത്തോസ് ചോദിച്ചു, ഞാൻ ഒരു യൂതനല്ലല്ലോ. നിങ്ങളുടെ ആളുകളും പ്രധാനാചാര്യന്മാരുമല്ലേ നിങ്ങളെ എന്റെ മുമ്പിൽ ഹാജരാക്കിയത്. നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ ഈശോ അരുളി ചെയ്തു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യൂതന്മാരുടെ കൈകളിൽ വീഴാതിരിക്കുവാൻ എൻ്റെ സേവകന്മാർ യുദ്ധം ചെയ്യുമായിരുന്നു. എൻ്റെ രാജ്യം ഇവിടെയല്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഒരു രാജാവ് തന്നെയാണെന്നോ? ഈശോ ഉത്തരമരുളി, ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതും. സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, സത്യം എന്താകുന്നു? ചോദ്യം കഴിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹം യൂതന്മാരുടെ നേരെ തിരിഞ്ഞ് പ്രധാന ആചാര്യന്മാരോടും ജനസമൂഹത്തോടും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അവർ വീണ്ടും ഈശോയിൽ കുറ്റം ആരോപിച്ചു തുടങ്ങി. ഇയാൾ ഗലീല മുതൽ ഇവിടം വരെ യൂദയാ രാജ്യത്തിലേക്കും പ്രസംഗിച്ച് ജനങ്ങളെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുന്നു. ഗലീല എന്ന് കേട്ട ഉടനെ പീലാത്തോസ് ചോദിച്ചു, ഈ മനുഷ്യൻ ഗലീലക്കാരനാണോ? അനുസരിച്ച് ആളെ മോചിപ്പിക്കുവാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി.
ഒരു കലാപത്തിനിടയിൽ കൊലപാതകം നടത്തിയ കുറ്റത്തിന് പ്രക്ഷോഭകാരികളുടെ കൂടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ബറാബാസ് എന്ന കുപ്രസിദ്ധനായ ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു. ജനങ്ങൾ കൂട്ടം കൂടിയപ്പോൾ പീലാത്തോസ് അവരോട് ചോദിച്ചു, പെസഹ തിരുനാളിൽ ഒരു തടവുകാരനെ മോചിപ്പിക്കുന്ന പതിവുണ്ടല്ലോ. ഞാൻ ആരെയാണ് മോചിപ്പിക്കേണ്ടത്? ബറാബാസിനെയോ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെയോ? അവർ ഈശോയെ പിടിച്ചേൽപ്പിച്ചത് അവരുടെ അസൂയ കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പീലാത്തോസ് ന്യായാസനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആളയച്ച് ഇപ്രകാരം അറിയിച്ചു, ആ നീതിമാനെ ഒന്നും ചെയ്യരുത്. അദ്ദേഹത്തെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെ വേദന അനുഭവിച്ചു. എന്നാൽ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും ബറാബാസിനെ മോചിപ്പിക്കുന്നതിനും ഈശോയെ വധിക്കുന്നതിനും മുറവിളി കൂട്ടുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. പീലാത്തോസ് ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, ഈ രണ്ടുപേരിൽ ആരെ മോചിപ്പിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ഈശോയെ വധിക്കുക, ബറബ്ബാസിനെ മോചിപ്പിക്കുക. ഈശോയെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യൂതന്മാരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്ന ഈശോയെ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. മൂന്നാം പ്രാവശ്യം പീലാത്തോസ് അവരോട് ചോദിച്ചു, ഈ മനുഷ്യൻ എന്ത് കുറ്റമാണ് ചെയ്തത്? വധശിക്ഷ അറിയിക്കുന്ന യാതൊരു കുറ്റവും ഞാൻ ഇയാളിൽ കാണുന്നില്ല. അവരാകട്ടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന ശാഠ്യഭാവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മുറവിളിക്ക് ശക്തി കൂടി വരികയും ചെയ്തു. അവസാനം പീലാത്തോസ് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു. കവർച്ചയും കൊലപാതകവും മൂലം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനെ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം സ്വതന്ത്രനാക്കി. ഈശോയെ അവരുടെ ഹിതത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അനന്തരം പീലാത്തോസ് ഈശോയെ ചമട്ടിക്കൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ ഈശോയെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. സൈന്യദളങ്ങളെയെല്ലാം അവിടെ വിളിച്ചുകൂട്ടി. അനന്തരം അവിടുത്തെ വസ്ത്രങ്ങൾ മാറ്റി ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു മുടിയുണ്ടാക്കി ശിരസിന്മേൽ വെച്ചു. വലത്തു കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. പിന്നീട് അവർ അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി, യൂതന്മാരുടെ രാജാവെ വന്ദനം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അവർ അവിടുത്തെ കരണത്തെ അടിച്ചു. അനന്തരം ഞാങ്ങണയെടുത്ത് ശിരസിലടിക്കുകയും തുപ്പുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അയാളെ ഇപ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. മുൾക്കിരീടവും ചുവന്ന മേലങ്കിയും ധരിച്ചിരുന്ന ഈശോ ഉടനെ പുറത്തേക്ക് ചെന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാണ് ആ മനുഷ്യൻ. പ്രധാനാചാര്യന്മാരും പരിചാരകരും അവിടുത്തെ കണ്ടപ്പോൾ അട്ടഹസിച്ചു പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി കുരിശിൽ തറച്ചുകൊള്ളുവിൻ. ഞാൻ അയാളിൽ ഒരു കുറ്റവും കാണുന്നില്ല. അപ്പോൾ യൂതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് അവൻ വധശിക്ഷയ്ക്ക് അർഹനാകുന്നു. എന്നാൽ ദൈവത്തിനാണെന്ന് അവൻ അവകാശപ്പെടുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് അത്യധികം ഭയപ്പെട്ടു. അതിനാൽ വീണ്ടും അകത്ത് ചെന്ന് അദ്ദേഹം ഈശോയോട് ചോദിച്ചു, നിങ്ങൾ ആരാകുന്നു? ഈശോ അതിന് മറുപടി നൽകിയില്ല. പീലാത്തോസ് വീണ്ടും അവിടത്തോട് ചോദിച്ചു, എന്നോട് നിങ്ങൾ മറുപടി പറയുകയില്ലേ? നിങ്ങളെ കുരിശിൽ തറയ്ക്കുവാനും വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഉന്നതത്തിൽ നൽകപ്പെടാതിരുന്നെങ്കിൽ അങ്ങേക്ക് എൻ്റെ മേൽ അധികാരമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ആകയാൽ എന്നെ അങ്ങേ പക്കൽ ഏൽപ്പിച്ചവനാണ് അങ്ങേക്കാൾ വലിയ കുറ്റക്കാരൻ. തന്മൂലം പീലാത്തോസ് അവിടുത്തെ മോചിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, അവനെ വിട്ടയക്കുന്ന പക്ഷം അങ്ങ് സീസറിന്റെ സ്നേഹിതനല്ല, സകലരാജാവാൻ ശ്രമിക്കുന്നവരെല്ലാം സീസറിന്റെ ശത്രുക്കളാകുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് വീണ്ടും ഈശോയെ പുറത്തേക്ക് കൊണ്ടുവച്ചെന്നു. ഹീബ്രു ഭാഷയിൽ ഗബാത്ത എന്ന് പറയുന്ന കൽത്തളത്തിൽ അദ്ദേഹം ഉപവിഷ്ടനായി. അന്ന് പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഏകദേശം 12 മണിയായി. പീലാത്തോസ് യൂതന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അത് കേട്ടപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോകുക, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് അവരോട് ചോദിച്ചു, എന്ത്? നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശിൽ തറയ്ക്കണമെന്നോ? അതിന് പ്രധാനാചാര്യന്മാരാണ് മറുപടി പറഞ്ഞത്, സീസറല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. തന്റെ പരിശ്രമമെല്ലാം നിഷ്ഫലമാവുകയാണെന്നും കലഹം വർദ്ധിക്കുവാനാണ് സാധ്യതയെന്നും പീലാത്തോസിന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം വെള്ളമെടുത്ത്
ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് കേട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ. പീലാത്തോസ് ഉടനെ ഈശോയെ ക്രൂശിക്കുവാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവിടുത്തെ പിടിച്ച് ചുവന്ന മേലങ്കി മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയി. അവിടുന്ന് കുരിശും ചുമന്നുകൊണ്ട് കപാലം എന്ന സ്ഥലത്തേക്ക് നടന്നു. ഹീബ്രു ഭാഷയിൽ അത് ഗാഗുൽത്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വഴിക്ക് വെച്ച് അവർ സൈറിൻകാരനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അയാളുടെ പേർ ശിമയോൻ എന്നായിരുന്നു. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ മനുഷ്യൻ വയലിൽ നിന്ന് വരികയായിരുന്നു. ഈശോയുടെ കുരിശു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിക്കുകയും അത് വഹിച്ചുകൊണ്ട് പുറകെ ചെല്ലുവാൻ അത് അയാളുടെ മേൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. വലിയൊരു ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. അവിടുത്തെ കുറിച്ച് കരയുകയും പ്രലപിക്കുകയും ചെയ്തിരുന്ന അനേകം സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ അരുളി ചെയ്തു, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. വന്ധ്യകൾക്കും ഗർഭം ധരിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത പയോധരങ്ങൾക്കും ഭാഗ്യമെന്ന് മനുഷ്യർ പറയുന്ന കാലം വരുന്നു. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും മലകളോട് ഞങ്ങളെ മൂടുവിനെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? വധിക്കപ്പെടുവാനുള്ള 2 കുറ്റവാളികളെയും ഈശോയുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്നു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ മീറ കലർത്തിയ വീഞ്ഞ് അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു. അവിടുന്ന് അത് രുചിച്ചു നോക്കി, എങ്കിലും കുടിച്ചില്ല. അനന്തരം അവർ ഈശോയെ കുരിശിൽ തറച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു. ദുഷ്ടന്മാരുടെ കൂടെ അവിടുന്ന് എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു. ായിരുന്നു. ആ എഴുത്ത് ഇങ്ങനെയായിരുന്നു: യൂദന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ. അവിടുത്തെ കുരിശിൽ തറച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യൂദന്മാരിൽ പലരും അത് വായിച്ചു. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക് എന്നീ 3 ഭാഷകളിലും അത് എഴുതപ്പെട്ടിരുന്നു. അതിനാൽ പ്രധാനാചാര്യന്മാർ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു, യൂദന്മാരുടെ രാജാവെന്നല്ല, താൻ യൂദന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞതെന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് മറുപടി പറഞ്ഞു, ഞാൻ എഴുതിയത് തന്നെ. ഈശോയെ കുരിശിൽ തറച്ച ശേഷം പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾ 4 പങ്കിട്ടെടുത്തു. അവിടുത്തെ മേലങ്കി മുകൾ മുതൽ അടിവരെ നെയ്യപ്പെട്ടതായിരുന്നതിനാൽ അവർ പറഞ്ഞു, അത് കീറണ്ട, അത് ആർക്കുള്ളതായിരിക്കണമെന്ന് നമുക്ക് ചിട്ടയിട്ട് നിശ്ചയിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു, എന്റെ മേലങ്കിക്കായി അവർ നറുക്കിട്ടു എന്നുള്ള തിരുവെഴുത്ത് നിറവേറണമല്ലോ. അതുകൊണ്ടാണ് പടയാളികൾ ഇങ്ങനെയെല്ലാം ചെയ്യാനിടയായത്. പടയാളികൾ ഈശോയുടെ പക്കൽ കാവലിരുന്നു. സംഭവിച്ചതെല്ലാം നോക്കിക്കൊണ്ട് ജനങ്ങൾ അവിടെ തന്നെ നിന്നു. വഴിയെ കടന്നുപോയിരുന്നവർ പുച്ഛഭാവത്തിൽ തല കുലുക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനല്ലോ. നീ ദൈവത്തിനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, നിന്നെ തന്നെ രക്ഷിക്കുക. അപ്രകാരം തന്നെ പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും പരിഹാസഭാവത്തിൽ പരസ്പരം ഇങ്ങനെ പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കുവാൻ ഇവന് കഴിയുന്നതല്ലോ. ഇസ്രായേലിന്റെ രാജാവായ മിശിഹ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, അതുകൊണ്ട് നമുക്കും അവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുപ്പെട്ട മിശിഹയാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. ഇവൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നല്ലോ, അവിടുന്ന് ഇവനിൽ സംപ്രീതനാണെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ. താൻ ദൈവത്തിനാണെന്നല്ലേ ഇവൻ പറഞ്ഞിരുന്നത്. പടയാളികളും ഈശോയെ പരിഹസിച്ചിരുന്നു. ചുരുക്ക കൊടുക്കുവാൻ അടുത്ത് ചെന്നപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു, നീ യൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കള്ളന്മാർ പോലും അവിടുത്തെ നിന്ദിക്കുകയാണ് ചെയ്തത്. അവരിൽ ഒരുവൻ പുച്ഛഭാവത്തിൽ അവിടുത്തോട് പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അത് കേട്ട മറ്റവൻ അവനെ ശകാരിച്ചു, നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലല്ലോ. നിനക്കും ആ മനുഷ്യനും ഒരേ ശിക്ഷയല്ലേ ലഭിച്ചിരിക്കുന്നത്.
നമ്മുടെ കാര്യം പറഞ്ഞാൽ നാം അതിന് അർഹരാണ്. എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അനന്തരം അവൻ അവിടത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു, ഈശോ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയുടെ കുരിശിനടുത്ത് അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാസിന്റെ ഭാര്യയായ മറിയവും നിന്നിരുന്നു. അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും സമീപത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് അരുളി ചെയ്തു, സ്ത്രീ, ഇതാ നിങ്ങളുടെ പുത്രൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അരുളി ചെയ്തു, ഇതാ നിന്റെ അമ്മ. ഉടനെ തന്നെ ആ ശിഷ്യൻ അവരെ സ്വീകരിക്കുകയും ചെയ്തു. സമയം 3 മണിയായി. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോയി. 6 മണിവരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു. ഏകദേശം 6 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏൽ ഏൽ ലമാ ശബക്താൻ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിച്ചത്? അടുത്ത് നിന്നിരുന്നവർ അത് കേട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ അവനെ ഏലിയായെ വിളിക്കുന്നു. അനന്തരം സമസ്തവും നിറവേറിക്കഴിഞ്ഞുവെന്ന് ഗ്രഹിച്ച് വിശുദ്ധ ലിഖിതത്തിന്റെ പൂർത്തീകരണത്തിനായി ഈശോ ഇപ്രകാരം അരുളി ചെയ്തു, എനിക്ക് ദാഹിക്കുന്നു. ചുരുക്കാൻ നിറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടൻ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് ചുരുക്കായിൽ മുക്കി ഒരു ഞാങ്ങണമേൽ വെച്ച് കെട്ടി അവിടുത്തെ അധരത്തോട് അടുപ്പിച്ചു. അത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു, ഏലിയാവിനെ രക്ഷിക്കുവാൻ വരുമോ എന്ന് കാണട്ടെ. ഈശോ ചുരുക്ക രുചിച്ച ശേഷം ഇങ്ങനെ അരുളി ചെയ്തു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അനന്തരം അവിടുന്ന് തല ചായിച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. കുരിശിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നത് എന്താണ്? യേശു മരിച്ചു എന്ന ചിന്തയാണോ, അതെയോ മറ്റെന്തെങ്കിലുമാണോ നിങ്ങളുടെയും എൻ്റെയും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നത്? യേശു മരിച്ചു എന്ന് വിശ്വസിക്കുവാൻ ഞാൻ തയ്യാറല്ല. കാരണം യേശു സ്നേഹമാണ്, സ്നേഹത്തിന് മരണമില്ല. അതുകൊണ്ട് തന്നെ ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ യേശുവിൻ്റെ മരണം എന്നെ ദുഃഖിപ്പിക്കുകയില്ല. കാരണം അവൻ മരണമില്ലാത്തവനാണ്. മറ്റെന്തോ എന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ കുരിശിൻ്റെ മുൻപിൽ നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ അനുയായിയെ ഞാൻ, ക്രിസ്തുവിനെ പിൻചെല്ലുന്ന ഞാൻ, സ്നേഹത്തിന് വിരുദ്ധമായിട്ട് നിലപാടുകൾ എടുക്കുമ്പോൾ എന്നിലുള്ള ക്രിസ്തുവിനെ, എന്നിലുള്ള യേശുവിനെ ഞാൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ചിന്തയ്ക്ക് പാത്രീഭൂതമാകേണ്ടത് ഇവിടെ കൊല്ലപ്പെടുന്നത്, മരണപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ അനുയായിയല്ലേ എന്നുള്ളതാണ്. ക്രിസ്തു മരിച്ചു എന്ന് പറയാൻ ആർക്കാണ് ധൈര്യം? ആരുടെ അധരങ്ങളാണ് അതിന് ഉയരുക? യേശുവിൻ്റെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും വ്യക്തമായിട്ടറിയാം അവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ ഇന്നും ജീവിച്ച് നമ്മുടെ മുന്നിൽ ഒരു സാന്നിധ്യമായി, നിറസാന്നിധ്യമായി ജീവിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഈ ക്രിസ്തു
ക്രിസ്തുവിന്റെ അനുയായി എന്ന് അവകാശപ്പെടുന്ന നിങ്ങളും ഞാനും അവന്റെ മുൻപിൽ നിൽക്കുമ്പോൾ മരണത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച പരിശോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുടുംബങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലുക. നമ്മള് സ്നേഹത്തിന് മരണമില്ലെങ്കിൽ, കുടുംബത്തിൽ സ്നേഹമില്ലെങ്കിൽ അതൊരു മരണം തന്നെയല്ലേ എന്നൊരു പരിശോധനയാണ് നാം നിർവഹിക്കേണ്ടത്. കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മില്, മാതാപിതാക്കളും മക്കളും തമ്മില് ഈ സ്നേഹത്തിന്റെ അഭാവങ്ങള് നമ്മൾ കൺമുൻപിൽ കാണുമ്പോൾ അത് മരണമാണ്. ഈ മരണത്തെ അതിജീവിക്കുവാനാണ്, ഈ മരണത്തിൽ നിന്നും ഉയർപ്പിലേക്ക് വരുവാനാണ് ഈ ദുഃഖവെള്ളി നമ്മെ ക്ഷണിക്കുക. ഒന്നാമത്തെ സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്, ഈ വായനയിൽ നമ്മൾ ശ്രദ്ധിച്ചു കാണും, യേശുവിനെ കുറ്റം വിധിക്കുന്ന ഭാഗം. ആരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ കുറ്റക്കാരനല്ലെന്ന് അറിഞ്ഞിട്ടും യേശുവിനെ മരണത്തിന് വേണ്ടി വിധിക്കുന്ന പീലാത്തോസിന്റെ മുഖങ്ങള് ഇന്ന് ഈ സമൂഹത്തില് നമ്മൾ ദർശിക്കുന്നുണ്ടാകുമല്ലോ. അത് എന്നിൽ തന്നെ ഞാൻ ദർശിക്കുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മശോധനയുടെ വിഷയമാകേണ്ടത്. മറ്റുള്ളവരിൽ പീലാത്തോസിന്റെ മുഖം ദർശിക്കാൻ എളുപ്പമാണ്, മറ്റുള്ളവരെ പീലാത്തോസായിട്ട് ചിത്രീകരിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഞാൻ തന്നെ ഒരു പീലാത്തോസ് ആണോ എന്നുള്ള ഒരു ആത്മശോധനയ്ക്കുള്ള ധൈര്യം ഏതൊരു ക്രൈസ്തവനുണ്ടാകുന്നുവോ അവൻ ഉയർപ്പിന്റെ പാതയിലേക്ക് പതുക്കെ നടന്നെടുക്കുകയാണ്. പീലാത്തോസിനേക്കാൾ ഉപരിയായിട്ട് ഇന്നത്തെ വായനയിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ജനങ്ങളാണ്, പ്രധാനാചാര്യന്മാരാണ്, നാട്ടുപ്രമാണികളാണ്, നിയമജ്ഞരാണ് യേശുവിന്റെ മരണത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നത് എന്നുള്ളതാണ്. അവർക്ക് വ്യക്തമായിട്ടറിയാം ഈ മനുഷ്യൻ നിരപരാധിയാണെന്ന്. സാൻഹെദ്രിൻ സംഘത്തിന്റെ മുൻപിൽ ആരോപിക്കപ്പെടുന്ന 2 കുറ്റങ്ങള് ദേവാലയത്തോട് അനാദരവ് കാട്ടി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു എന്നതാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ കുരിശിൽ തൂക്കി കൊല്ലുവാൻ സാധിക്കുകയില്ല എന്ന് കണ്ടുകൊണ്ടാണ് പീലാത്തോസിന്റെ മുൻപിൽ അടവ് മാറ്റി പ്രയോഗിക്കുക. അടവ് നയമാണത്. അവിടെ പ്രയോഗിക്കുന്ന ആരോപണങ്ങൾ, ഉന്നയിക്കുന്ന ആരോപണങ്ങള് ഇവൻ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്നതാണ്. അവിടെ ദേവാലയത്തോട് അനാദരവ് കാട്ടി എന്നുള്ള ആരോപണം ആചാര്യന്മാർ ഉന്നയിക്കണില്ല. ഇവൻ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു, സീസറിന് കപ്പം കൊടുക്കുന്നത് തടയുന്നു, ഇവൻ രാജാവാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ള രാഷ്ട്രീയമായ ആരോപണങ്ങളാണ് പീലാത്തോസിന് മുൻപ് ഉന്നയിക്കുക. ഇത് രണ്ടും കൂട്ടിവായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം, പീലാത്തോസിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു യേശുവിന്റെ മുഖവും തങ്ങളുടെ സാൻഹെദ്രിൻ സംഘത്തിന് മുമ്പിൽ അവതരിപ്പിച്ച മുഖവും രണ്ടും രണ്ടാണ്. ഈ 2 മുഖങ്ങൾ അവതരിപ്പിക്കുന്ന പ്രധാനാചാര്യന്മാരുടെ, നാട്ടുപ്രമാണികളുടെ, നിയമജ്ഞരുടെ എണ്ണം ഒരു സമൂഹത്തിൽ എത്രമാത്രം വർദ്ധിക്കുന്നുവോ അത്രമാത്രം യേശു മരണപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തില് രക്ഷകനായ ക്രിസ്തുവിന് മരണമില്ല എന്ന് ആവർത്തിച്ചു പറയുവാനായിട്ട് വീണ്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ എന്നും ജീവിച്ചു തന്നെ നിൽക്കുകയാണ്. പക്ഷെ ക്രിസ്തു എന്നിൽ നിന്നും അപ്രത്യക്ഷനാകുന്ന ഒരു സാഹചര്യം ഞാൻ സൃഷ്ടിക്കുകയാണ്. ഞാൻ പീലാത്തോസിന്റെ മുഖമെടുത്തണിയുമ്പോൾ, ഞാൻ നാട്ടുപ്രമാണികളുടെ മുഖമെടുത്തണിയുമ്പോൾ, പ്രധാനാചാര്യന്മാരുടെ മുഖമെടുത്തണിയുമ്പോൾ, നിയമജ്ഞരുടെ മുഖമെടുത്തണിയുമ്പോൾ, നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടും മതത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടും തങ്ങളുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി യേശുവിന്റെ നാട്ടിലെ മതനേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും സമ്പന്നരും ഒത്തുചേർന്ന് കളിച്ചതുകൊണ്ടാണ് യേശു കൊലപ്പെട്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് സുവിശേഷം വായിച്ചാൽ അറിയാം. ആത്മാവിനെ
സുവിശേഷം പകരുവാൻ വന്നു. അവസരെയും ആർത്തരെയും ഉയർത്താൻ വന്നു. ദരിദ്രർക്ക് സുവിശേഷം പകരുവാൻ വന്നു. നന്മ ചെയ്തു നാടുനീളെ സഞ്ചരിച്ചു ഞാൻ. മുതലിന്നു കാൽവരി മലയിലോളം ഓരോ നിമിഷവും നിൻ തിരുഹിതം ഞാൻ പൂർത്തിയാക്കി. ബെത്ലഹേം മുതലിന്നു കാൽവരി മലയിലോളം ഓങ്ങളും മർത്യപാപം പോക്കുവാനായി ഏറ്റുവാങ്ങി. വേദനയാൽ പിടയുന്ന നായക സ്നേഹനായക ബലിയായി നൽകിടുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു കസേര വെയിലത്ത് ഇരിക്കേണ്ട, മാറിയിരുന്നിരുന്ന ഗായസംഘം ഗാനാണ്. രക്ഷകൻ മരണം വരിവരുതി കുരിശുമരണം